പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, ഇന്നത്തെ ക്ലാസ്സിലൂടെ നാം പഠിക്കുന്നത് നമ്മളെ ക്ഷണിച്ചാലും നമ്മൾ പോകാൻ പാടില്ലാത്ത 10 സ്ഥലങ്ങളെ കുറിച്ചാണ്. ഏതൊക്കെയാണെന്ന് വിശദമായി ഇന്നത്തെ ക്ലാസ്സിലൂടെ നമുക്ക് പഠിക്കാം. റബ്ബ് തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, നിങ്ങളെ എല്ലാവരെയും നമ്മളെ ക്ലാസ്സിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അള്ളാഹു നമ്മളെ മുറാദുകൾ ഹാസിലാക്കി തരട്ടെ, നമ്മളെ വിഷമങ്ങൾ അകറ്റിത്തരട്ടെ, ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുടെ എല്ലാ ആഗ്രഹങ്ങളും അള്ളാഹു നിറവേറ്റി കൊടുക്കട്ടെ, എല്ലാ ദുഃഖങ്ങളും അള്ളാഹു അകറ്റി കൊടുക്കട്ടെ. എല്ലാവർക്കും റാഹത്തല്ലേ? ഇന്നെല്ലാവർക്കും സന്തോഷല്ലേ? എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ട് 3 പ്രാവശ്യം അൽഹംദുലില്ലാ പറയൂ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് നമ്മളെ ചാനലിൽ വിശാലമായ ദിക്ർ ദുആ മജ്ലിസ് നടക്കാറുണ്ട്. ഒരുപാട് ആളുകൾക്ക് ആ മജ്ലിസ് കൊണ്ട് സമാധാനവും സന്തോഷവും റാഹത്തും ലഭിക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾ സന്തോഷ വാർത്ത വിളിച്ചറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇൻഷാ അള്ളാ നിങ്ങളും അതിൽ പങ്കെടുക്കുക, പുണ്യം നേടുക, ബറക്കത്ത് കരസ്ഥമാക്കുക. രാവിലെ 6 മണിക്ക് പങ്കെടുക്കാൻ പ്രയാസമുണ്ടെങ്കിൽ ഇൻഷാ അള്ളാ നിങ്ങളുടെ സമയത്തിനനുസരിച്ചെങ്കിലും ആ മജ്ലിസിൽ പങ്കെടുക്കണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇന്നത്തെ ക്ലാസ്സിലൂടെ നാം പഠിക്കുന്നത് നമ്മളെ ക്ഷണിച്ചാലും നമ്മൾ പങ്കെടുക്കാൻ പാടില്ലാത്ത 10 സദസ്സുകളെ കുറിച്ചാണ്, 10 സ്ഥലങ്ങളെ കുറിച്ചാണ്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഒന്നാമത്തെ സ്ഥലം മഹാന്മാര് നമ്മളെ പഠിപ്പിക്കുകയാണ്. സമ്പന്നനെ മാത്രം വിളിക്കുന്ന സദസ്സിലേക്ക് നമ്മൾ പോകാൻ പാടില്ല. പാവപ്പെട്ടവരെ അവഗണിക്കുകയും സമ്പന്നനെ മാത്രം ക്ഷണിക്കുന്ന സദസ്സുകളുണ്ടോ, അവിടേക്ക് നമ്മൾ പോകാൻ പാടില്ല. അത് കല്യാണമാണെങ്കിലും ഹൗസ് വാമിംഗ് ആണെങ്കിലും എന്താണെങ്കിലും അങ്ങനെ തന്നെയാണ്. പാവപ്പെട്ടവരെ അവഗണിക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ പോകേണ്ടതില്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ശർറു തആമി തആമുൽ വലീമത്തി യുദ്ആ ലഹൽ അഗ്നിയാഹു വയുത്രകുൽ ഫുഖറാഹ്. ഏറ്റവും വലിയ മോശമായ സദ്യ ഏതാണെന്ന് നിങ്ങൾക്കറിയോ? ഫംഗ്ഷൻ ഏതാണെന്ന് നിങ്ങൾക്കറിയോ? സമ്പന്നനെ മാത്രം വിളിക്കുകയും പാവപ്പെട്ടവരെ വിളിക്കാതിരിക്കുകയും ചെയ്യുന്ന സദസ്സാണ്. പാവപ്പെട്ടവരെ അവഗണിക്കുകയും ചെയ്യുന്ന സദ്യകളാണെന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. പാവപ്പെട്ടവരെ ആദരിക്കണം, പാവപ്പെട്ടവരെ ബഹുമാനിക്കണം. നമ്മൾക്ക് തന്ന സമ്പത്ത് അല്ലാഹ് തന്നതാണ്. അത് അള്ളാഹുവിന് ഇല്ലാതെയാക്കാൻ ഒരു സെക്കൻഡ് പോലും വേണ്ട എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മൾ വീട്ടിലൊരു പരിപാടി നടത്തുമ്പോൾ പാവപ്പെട്ടവരെ വിളിക്കാതെ സമ്പന്നരെ നോക്കി മാത്രം വിളിക്കുന്ന സ്വഭാവം നമ്മൾക്കുണ്ടെങ്കിൽ അത് അള്ളാഹു ഇഷ്ടപ്പെടാത്ത പരിപാടിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് ഏറ്റവും മോശമായ സദ്യ എന്ന് വിശേഷിപ്പിച്ച സദ്യയായി നമ്മളെ വീട്ടിലെ പരിപാടികൾ മാറും. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരെയും വിളിക്കണം, സമ്പന്നനെയും വിളിക്കണം, പാവപ്പെട്ടവരെയും വിളിക്കണം, മിസ്കീന്മാരെയും വിളിക്കണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അതുപോലെ നമ്മളെ ക്ഷണിച്ചാലും നമ്മൾ പോകാൻ പാടില്ലാത്ത രണ്ടാമത്തെ സ്ഥലം മദ്യം വിളമ്പുന്ന സദസ്സുകളാണ്. ചില കല്യാണങ്ങളിലൊക്കെ മദ്യം വിളമ്പുന്നതായി കാണാം. ചില ഫംഗ്ഷനുകളിലൊക്കെ മുസ്ലിമീങ്ങൾ തന്നെ മദ്യം വിളമ്പുന്നതായി കാണാം. നമ്മളെ കുട്ടികൾക്കൊക്കെ ഈ ക്ലാസ് കേൾപ്പിച്ചു കൊടുക്കണം. സ്കൂളിന്റെ അവസാനം സെൻഡ് ഓഫ് എന്ന് പറഞ്ഞിട്ട് എത്ര മക്കളാണ് ഹോട്ടലിൽ പോയി മദ്യം കുടിക്കുന്നത്? പെൺകുട്ടികൾ വരെ മദ്യത്തിന് അടിമയായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മദ്യം വിളമ്പുന്ന സദസ്സിലേക്ക് ആര് നമ്മളെ ക്ഷണിച്ചാലും, അവര് നമ്മളോട് പിണങ്ങിയാലും, എന്ത് തന്നെ ആയാലും അങ്ങോട്ടേക്ക് നമ്മൾ പോകാൻ പാടില്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ മദ്യം വിളമ്പുന്ന സദസ്സിലേക്ക് പോകാൻ പാടില്ല. മദ്യം വിളമ്പുന്ന മേശക്ക് ചുറ്റും നിങ്ങൾ ഇരിക്കാൻ പാടില്ല എന്ന് ഹബീബായ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ സ്ഥലം അന്യ സ്ത്രീ പുരുഷന്മാര് കൂടിക്കലരുന്ന സദസ്സുകളാണ്. ഇന്നത്തെ സദസ്സുകളുടെയൊക്കെ അവസ്ഥ എന്താണ്? അന്യ സ്ത്രീ പുരുഷന്മാര് പരസ്പരം തൊടാൻ പാടില്ല, പരസ്പരം അടുത്തിരിക്കാൻ പാടില്ല. ഇതൊക്കെ ഇസ്ലാമിൽ തെറ്റാണ് എന്ന് നമ്മൾ പഴയ കാലം മുതലേ പഠിച്ചു വന്നു. ഇന്നത്തെ ഓരോ വീടുകളിലെയും കല്യാണത്തിന്റെ അവസ്ഥ എന്താണ്? സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാണ്. ഒരു വീട്ടിലുള്ള സ്ത്രീകളും പുരുഷന്മാരുമല്ല, അന്യ സ്ത്രീ പുരുഷന്മാർ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു, ഒരുമിച്ചിരുന്ന് സല്ലപിക്കുന്നു, സംസാരിക്കുന്നു. ഹറാമായതൊക്കെ ഹലാലായി കണ്ടുകൊണ്ട് ഇന്നത്തെ സമൂഹം മാറിയിരിക്കുകയാണ്. അള്ളാഹു കാക്കട്ടെ. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ അദാബുകൾ ഇങ്ങനെ ഓരോ ദിവസവും നമ്മൾ ഇങ്ങനെ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അന്യ സ്ത്രീ പുരുഷന്മാർ കൂടിക്കലർന്ന സദസ്സുകളിലേക്ക് നമ്മൾ
നമ്മളെ ക്ഷണിച്ചു കഴിഞ്ഞാൽ നമ്മൾ പോകാൻ പാടില്ല. ഒരു കല്യാണത്തിന് നമ്മളെ ക്ഷണിച്ചു കഴിഞ്ഞാൽ അവിടെ ഭക്ഷണം കഴിക്കുന്ന സ്ഥലം അന്യ സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ചിരുന്ന് കഴിക്കുന്ന സ്ഥലമാണെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കണ്ട. എന്തിനാണ് അതിൽ പങ്കെടുക്കുന്നത്? വെറുതെ എന്തിനാണ് നമ്മൾ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് ശിക്ഷ വാങ്ങുന്നത്? അതുകൊണ്ട് അങ്ങനത്തെ സദസ്സുകൾ നമ്മൾ അവഗണിക്കുക. നാലാമത്തെ സ്ഥലം സമയം പാഴാക്കുന്ന അനാവശ്യ സദസ്സുകളാണ്. നമ്മളെ സമയം പാഴാക്കും. ആ സദസ്സിൽ പങ്കെടുത്താൽ നമ്മളെ ജീവിതത്തിൽ ഒരു ഉപകാരം ഉണ്ടാവൂല, ദുനിയാവിലും നേട്ടമുണ്ടാവൂല, പരലോകത്തും നേട്ടമുണ്ടാവൂല. അങ്ങനത്തെ സദസ്സുകളിൽ നമ്മൾ എന്തിനാണ് പങ്കെടുക്കുന്നത്? മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഗ്നി. നമ്മൾക്ക് ഉപകാരമില്ലാത്ത സദസ്സുകൾ നമ്മളത് ഒഴിവാക്കുക, ആ സദസ്സുകളെ നമ്മൾ അവഗണിക്കുക. അതാണ് ഒരു മുസ്ലിമിന്റെ ധർമ്മം എന്ന് പറയുന്നത്. നമ്മളെ ജീവിതത്തിൽ ഉപകാരം ഉണ്ടോ? ആ സദസ്സിൽ നമ്മൾ പങ്കെടുക്കണം. ഉപകാരല്ലേ? ആ സദസ്സിൽ നമ്മൾ പങ്കെടുക്കാൻ പാടില്ല എന്നാണ് മഹത്തുക്കൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അഞ്ചാമത്തെ സ്ഥലം ശരിക്ക് ശ്രദ്ധിക്കേണ്ടതാണ്. നിസ്കാരം ഖളാ ആക്കുന്ന സദസ്സുകളാണ്. നമ്മൾ ആ സദസ്സിലേക്ക് പോയാൽ നമ്മളെ നിസ്കാരം ഖളാ ആകും. നമ്മളെ ടൂറിന് ഒരാൾ വിളിച്ചു, അങ്ങനെ ടൂർ പോയി കഴിഞ്ഞാൽ അവർ നിസ്കരിക്കാനും ഇറങ്ങൂല, അവർക്കൊരു നിസ്കാരം ഖളാ ആക്കുന്ന ഒരു പ്രശ്നമേ അല്ലെങ്കിൽ അവരുടെ കൂടെ നമ്മൾ യാത്ര പോകാൻ പാടില്ല, അവരുടെ കൂടെ നമ്മൾ ഒരുമിച്ചിരിക്കാൻ പാടില്ല. കാരണം അവർ നിസ്കരിക്കൂല. അവർ നിസ്കരിക്കാതിരുന്നാൽ നമ്മളെ നിസ്കാരം ഖളാ ആകും. നമ്മൾ നിസ്കരിക്കാൻ പോയാലോ അവർ നമ്മളോട് പിണങ്ങും. അതുകൊണ്ട് അത്തരം ആളുകളുടെ കൂടെ ടൂർ പോകാനും പാടില്ല, അത്തരം സദസ്സുകളിലേക്ക് നമ്മൾ പോകാനും പാടില്ല. നമ്മൾക്ക് ഏറ്റവും വലുത് നിസ്കാരം തന്നെയാണ്. ഏറ്റവും വലുത് റബ്ബാണ്. നമ്മൾക്ക് ഭക്ഷണം നൽകുന്നതും നമ്മളെ പോറ്റി വളർത്തുന്നതും എല്ലാ സൗകര്യങ്ങളും തന്നത്, നമ്മളെ ആരോഗ്യം തന്നത് പടച്ച റബ്ബാണ്. ആ പടച്ച റബ്ബിന്റെ മുമ്പിൽ പോയി സുജൂദ് ചെയ്യാൻ അള്ളാഹു നമ്മളോട് നിർദ്ദേശിച്ചതാണ് ഒരു ദിവസത്തിൽ 5 തവണ. അത് ഇല്ലാത്ത ഒരു സദസ്സിലും നമ്മൾ പങ്കെടുക്കാൻ പാടില്ല. നിസ്കാരം ഉണ്ടോ? അവിടെ നമ്മൾ പങ്കെടുക്കണം. നിസ്കാരം ഖളാവുന്ന സദസ്സാണോ? ആ സദസ്സുകളെ നമ്മൾ അവഗണിക്കുക എന്നുള്ളതാണ്. ആറാമത്തെ സ്ഥലം തിന്മയെ എതിർക്കാൻ പറ്റാത്ത സദസ്സുകളിൽ നമ്മൾ പങ്കെടുക്കാൻ പാടില്ല. നമ്മളൊരു സദസ്സിലേക്ക് ചെന്നു, ആ സദസ്സിൽ മുഴുവനും ഹറാമായ കാര്യങ്ങളാണ്, മുഴുവനും തിന്മയാണ് നടക്കുന്നതെങ്കിൽ നമ്മൾക്ക് അതിനെ എതിർക്കാൻ കഴിയണം. അതിങ്ങനെ ഇരുന്ന് ആസ്വദിക്കുക, അതിങ്ങനെ എന്ന് കേട്ടിട്ട് നമ്മൾ അംഗീകരിച്ചു കൊടുക്കുക. അങ്ങനത്തെ സദസ്സാണെങ്കിൽ അവിടേക്ക് നമ്മൾ പോകാൻ പാടില്ല. മഹാനായ നബി തങ്ങൾ പറഞ്ഞു, മൻ റആ മിൻകും മുൻകറൻ, നിങ്ങളിൽ ആരെങ്കിലും വെറുക്കപ്പെട്ട ഒരു കാര്യത്തിനെ കണ്ടാൽ, ഹറാമായ കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഫൽയുഗയ്യിറുഹു, അതിനെ തടയാൻ നിങ്ങൾക്ക് കഴിയണം. അത് തടയാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ അങ്ങോട്ട് പോകാൻ പാടില്ല. നമ്മളൊരു സദസ്സിലേക്ക് ചെന്നു, അവിടെ ഇങ്ങനെ ഹറാമായ പേക്കൂത്തുകൾ നടക്കുകയാണ്, മദ്യപാനം നടക്കുന്നു, ഹറാമായ പാട്ടുകൾ ഇട്ട് ഇങ്ങനെ ഡാൻസ് കളിക്കുകയാണ്. നമ്മൾ അതിങ്ങനെ കണ്ട് ആസ്വദിക്കുക, അത് അംഗീകരിച്ചു കൊടുക്കുക. അങ്ങനെ ഒരിക്കലും ഒരു മുസ്ലിമിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല. നമ്മൾ അങ്ങോട്ടേക്ക് ചെന്നാൽ തെറ്റ് കണ്ടാൽ നമ്മൾക്ക് അതിനെ എതിർക്കാൻ കഴിയണം, അതിനെ തടയാൻ കഴിയണം. അതല്ലെങ്കിൽ ആ സദസ്സിലേക്ക് നമ്മൾ പോകാൻ പാടില്ല എന്നുള്ളതാണ്. ഉദാഹരണത്തിന് പറയാ, കല്യാണം തന്നെ നമുക്ക് പറയാം. ഇന്നത്തെ കല്യാണ സദസ്സുകളുടെ അവസ്ഥ എന്താണ്? വിവാഹം കഴിക്കുന്ന പെണ്ണിന് ഇപ്പൊ ഡാൻസ് കളിക്കാൻ കഴിയണം എന്നാ അങ്ങനെ പല ആളുകളും പറയുന്നത് കേട്ടു. കാരണം എന്താ? പുതിയാപ്പള മണ്ഡപത്തിന്റെ സ്റ്റേജിൽ നിന്ന് ഡാൻസ് കളിക്കുക, നടന്നു വരുന്ന പെണ്ണും ഡാൻസ് കളിക്കണം. അങ്ങനെ ഡാൻസ് കളിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പുതിയാപ്പള്ളിനും ഒന്നിനും പറ്റൂല, പുതിയണ്ണിനും ഒന്നിനും പറ്റൂല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മളെ സമൂഹം എത്തിയിട്ടുണ്ട്. പുതിയാപ്പളയോട് പുതിയണ്ണ് പറയണമത്രേ, നീ എന്റെ സ്നേഹത്തിൻ സുൽത്താനല്ലേ, ഇങ്ങനെ കാണിക്കണത്രേ. എന്നാലെത്രേ ഓളി നല്ലൊരു പുതിയണ്ണായി മാറുള്ളൂ എന്നുള്ളതാണ്. മഅദല്ലാ, അള്ളാഹു കാക്കട്ടെ. അങ്ങനൊന്നുമല്ല. യഥാർത്ഥ നല്ല സ്വാലിഹായ ഭാര്യയെ കുറിച്ച് മഹാനായ നബിതങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതാണ് പഠിക്കേണ്ടത്, അതാണ് മക്കൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. അല്ലാതെ ഇങ്ങനത്തെ ഹറാമായ പാട്ടുകളല്ല, ഹറാമിലേക്ക് നമ്മളെ മക്കളെ കൊണ്ടെത്തിക്കുന്ന ഗാനങ്ങളുമല്ല മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. വിവാഹ സദസ്സിൽ അതല്ല ചൊല്ലേണ്ടത്. വിവാഹ സദസ്സിൽ സൂറത്തുൽ കൗസർ പാരായണം ചെയ്തോ, ദാമ്പത്യ ജീവിതത്തിൽ വലിയ ബറക്കത്തുണ്ടാകും. ബിസ്മി ചൊല്ലിക്കോ, വലിയ ബറക്കത്തുണ്ടാകും. അല്ലാഹ് എന്ന് വിളിച്ചോ, വലിയ ബറക്കത്തുണ്ടാകും. ഇത് അല്ലാഹ് വിളിക്കുന്നില്ല, പ്രാർത്ഥനയല്ല, ദുആയല്ല, ഒന്നുമില്ല, ഗാനമേളത്രേ. അല്ലാഹു കാക്കട്ടെ. പുതിയാപ്പിള ഇങ്ങനെ സ്റ്റേജിൽ നിന്ന് ഉളുപ്പില്ലാതെ ഇങ്ങനെ ഡാൻസ് കളിക്കുക, അത് കണ്ടിട്ട് പുതിയ സദസ്സിൽ നിന്നിട്ട് വേറെ ഉളുപ്പില്ലാതെ ഡാൻസ് കളിക്കുക, അത് കണ്ടിട്ട് ഇങ്ങനെ പള്ളിളിക്കാൻ കുറെ താത്താരും കാക്കാരും. അള്ളാഹു കാക്കട്ടെ. ഞാൻ സംസാരിക്കുന്നത് വിശ്വാസികളോടാണ് കേട്ടോ, ഏകദൈക വിശ്വാസികളോടാണ്, അള്ളാഹുവിനെ ആരാധിക്കുന്നവരോടാണ്, ഇസ്ലാമിനെ യഥാർത്ഥമായി വിശ്വസിക്കുന്ന ആളുകളോടാണ് എന്റെ സംസാരം. എന്നാരും ട്രോളാൻ നിൽക്കണ്ട. ഇതൊക്കെ അള്ളാഹു കാണുന്നുണ്ട് എന്നുള്ള ഒരു ബോധം എന്റെ ഉമ്മ നമ്മൾക്ക് വേണം. ഇത് ആൽബം പാട്ട് പോലെയല്ല, ആൽബം സോങ് പോലെയല്ല, സിനിമ പോലെയല്ല, ഒരു ദിവസത്തിനോ 2 ദിവസത്തിനോ ഉള്ളതല്ല. മരണം വരെ സന്തോഷത്തോടെ ജീവിക്കാനുള്ളതാണ് വിവാഹം എന്ന് പറയുന്നത്. ചില ആളുകളുടെ വിവാഹ സദസ്സുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ തോന്നും ഇത് 1 ദിവസത്തിനാണോ 2 ദിവസത്തിനാണോ എന്ന് തോന്നിപ്പോവുകയാണ്.
അല്ല ആൽബം പാട്ടും പോലെ, അങ്ങനെയല്ല. ഇത് മരണം വരെ ഒന്നിച്ച് ജീവിക്കണം. അവിടെ അള്ളാഹുവിന്റെ ബറക്കത്ത് വേണം, അള്ളാഹുവിന്റെ സഹായം വേണ്ടേ. അപ്പൊ ഖുർആനുമില്ല, ഹദീസും ഇല്ല, പ്രാർത്ഥനയില്ല, ദിക്റും ഇല്ല. അപ്പൊ നമ്മൾ ഇങ്ങനെ പാട്ട് പാടുകയാണ് അല്ലേ. പക്ഷേ പിന്നെയുള്ള നിന്റെ ജീവിതത്തിൽ അള്ളാന്റെ ബറക്കത്ത് വേണമെങ്കിൽ വിവാഹ സദസ്സുകളിൽ സൂറത്തുൽ അൻആം ഓദിക്കോ, സൂറത്തുൽ കൗസർ ഓദിക്കോ, തക്ബീറുകൾ ചൊല്ലിക്കോ, ബുർദ ബൈത്ത് ചൊല്ലിക്കോ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവെ ഞങ്ങളെ ദാമ്പത്യ ജീവിതത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാ, സന്തോഷം നൽകണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മളൊരു സദസ്സിലേക്ക് കയറി ചെന്ന അവിടെ ഹറാമായ കാര്യങ്ങൾ കണ്ട അത് തടയാൻ നമ്മൾക്ക് കഴിയണം. അത് തടയാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ ആ സദസ്സിലേക്ക് നമ്മൾ പോകാൻ പാടില്ല എന്നുള്ളതാണ് ഹബീബായ തങ്ങളുടെ ഹദീസിൽ നിന്ന് നമ്മൾക്ക് പഠിക്കാൻ കഴിയുന്നത്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. അതുപോലെ പ്രിയമുള്ളവരെ, ഏഴാമത്തെ സ്ഥലം, അള്ളാഹുവിനെ പരിഹസിക്കുന്ന സദസ്സിലേക്ക് നമ്മൾ പോകാൻ പാടില്ല. അങ്ങനെ ചില സദസ്സുകളുണ്ട്. ചില ഭൗതികമായ സദസ്സുകളിൽ പടച്ച റബ്ബിനെ പരിഹസിക്കുന്നവരുണ്ട്, അള്ളാഹുവിനെ നിസാരപ്പെടുത്തുന്നവരുണ്ട്. അത് കേൾക്കാനോ അവരുടെ പ്രസംഗങ്ങൾ കേൾക്കാനോ നമ്മൾ പാടില്ല. അത് യൂട്യൂബിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അള്ളാഹുവിനെ പരിഹസിക്കുന്നവരുടെ പ്രസംഗങ്ങൾ നമ്മൾ കേൾക്കാൻ പാടില്ല. അത് തെറ്റാണ്, അത് ഹറാമാണ്. അതിന് മറുപടി പറയാൻ വേണ്ടിയാണ് നമ്മൾ കേൾക്കുന്നതെങ്കിൽ കുഴപ്പമില്ല, അത് ഹലാലാണ്. അതല്ല അത് കേട്ടിട്ട് നമ്മൾ ഇങ്ങനെ ആസ്വദിക്കുകയാണെങ്കിൽ അത് ഹറാമാണ്, നമ്മളെ വിശ്വാസം പഴച്ചു പോകും. അതുകൊണ്ട് അള്ളാഹുവിനെ പരിഹസിക്കുന്ന സദസ്സുകളിൽ നമ്മൾ പങ്കെടുക്കാനോ അള്ളാഹുവിനെ പരിഹസിക്കുന്ന പ്രഭാഷണങ്ങൾ നമ്മൾ കേൾക്കാനോ പാടില്ല എന്നുള്ളതാണ്. എട്ടാമത്, ലോട്ടറിയും ചൂതാട്ടങ്ങളും നടക്കുന്ന സദസ്സുകളുണ്ട് അല്ലെ. ലോട്ടറി എടുക്കുന്ന സ്ഥലങ്ങളുണ്ട്, ചൂതാട്ടങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളുണ്ട്. അവിടെ നമ്മൾ പങ്കെടുക്കാൻ പാടില്ല. മിൻ അമലി ശൈത്വാൻ, അത് പിശാചുക്കളുടെ പ്രവർത്തനമാണ് എന്ന് അള്ളാഹു തന്നെ ഖുർആനിലൂടെ നേരിട്ട് നമ്മളെ പഠിപ്പിക്കുകയാണ്. ചൂതാട്ടം ഹറാമാണ്, ലോട്ടറി അതും ഹറാമാണ്. ഇങ്ങനെയുള്ള ഹറാമായ സദസ്സുകളിൽ നമ്മൾ പങ്കെടുക്കാൻ പാടില്ല. ഒമ്പതാമത്തെ സ്ഥലം, ജ്യോത്സ്യന്മാരുടെ സദസ്സുകളിലേക്ക് നമ്മൾ പോകാൻ പാടില്ല. ചില ആളുകൾ അങ്ങനെ ഉണ്ട്, സിഹിർ ചെയ്യാൻ വേണ്ടി, തന്റെ സഹോദരനെ നശിപ്പിക്കാൻ വേണ്ടി, അയൽവാസിയെ നശിപ്പിക്കാൻ വേണ്ടി, കൂട്ടുകാരെ നശിപ്പിക്കാൻ വേണ്ടി, കുടുംബക്കാരെ നശിപ്പിക്കാൻ വേണ്ടി ജ്യോത്സ്യന്മാരുടെ സദസ്സിലേക്ക് പോകാറുണ്ട്. അടുക്കാൻ പാടില്ല. സിഹിർ കടുത്ത ഹറാമാണ്. 7 വൻ പാപങ്ങൾ മുത്തുനബി നമ്മളെ പഠിപ്പിച്ചു. അതിൽ ഒന്ന് പ്രിയമുള്ളവരെ സിഹിറാണ്. അതുകൊണ്ട് സിഹിർ ചെയ്യാനോ ജ്യോത്സ്യന്മാരുടെ അടുക്കലേക്ക് നമ്മൾ പോകാനോ അവരുമായി ബന്ധം സ്ഥാപിക്കാനോ നമ്മൾ പാടില്ല. മഹാന്മാര് പറയാണ്, മൻ അതാ കാഹിനൻ, ഒരാൾ ജ്യോത്സ്യന്റെ അടുക്കലേക്ക് ചെന്നു, ഫസദ്ദഖഹു ബിമാ യഖൂലു, ആ ജ്യോത്സ്യൻ പറയുന്നതൊക്കെ അവൻ സത്യമാക്കിയാൽ ഫഖദ് കഫറ, അവൻ റസൂലുള്ള കൊണ്ടുവന്നതിനെ നിഷേധിച്ചവനാണെന്ന് മുത്തുനബി തന്നെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, ജ്യോത്സ്യന്മാരുമായി ബന്ധം സ്ഥാപിക്കാനോ ജ്യോത്സ്യന്മാരുടെ സദസ്സിലേക്കോ ജ്യോത്സ്യന്മാരുടെ വീട്ടിലേക്കോ നമ്മൾ വിശ്വാസികൾ പോകണ്ടെന്നുള്ളതാണ്. ഞാൻ വിശ്വാസികളോടാണ് സംസാരിക്കുന്നത് എന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. ആരും പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട. 10ാമത്തെ സ്ഥലം, പലിശ ഇടപാടിന്റെ സ്ഥലമാണ്. ചില ആളുകൾ പലിശ എടുക്കുമ്പോൾ അതിന് സാക്ഷിയായി പോകാറുണ്ട്. പോകരുത്. എത്ര വലിയ കുടുംബക്കാരനാണെങ്കിലും, എത്ര അടുത്ത കുടുംബക്കാരനാണെങ്കിലും, ചങ്ക് ബ്രോ ബെസ്റ്റി ആണെങ്കിലും ശരി, എന്റെ പ്രിയമുള്ളവരെ, അത് സ്വന്തം പിതാവ് വിളിച്ചാലും, സ്വന്തം മകന് വിളിച്ചാലും, ഉമ്മ വിളിച്ചാലും, ഭർത്താവ് വിളിച്ചാലും, ഭാര്യ വിളിച്ചാലും പലിശ ഇടപാടിന് സാക്ഷി നിൽക്കാൻ പോകാൻ പാടില്ല. അത് കടുത്ത തെറ്റാണ്. മഹാനായ നബി തങ്ങൾ പറഞ്ഞത് എന്താ നിങ്ങൾക്കറിയോ? എന്റെ പ്രിയമുള്ളവരെ ശ്രദ്ധിച്ചു കേട്ടോ. റസൂലുള്ള പറയാ, ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ ശപിച്ചിട്ടുണ്ട്. ആരാ ശപിച്ചത്? ഞാനോ നിങ്ങളോ അല്ല, ക്ലാസ് എടുക്കുന്ന ജാബിർ ദാരിമി അല്ല, പള്ളിയിലെ ഖത്തീബ് ഉസ്താദ് അല്ല. എന്റെ പ്രിയമുള്ളവരെ, ശപിച്ചത് ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആക്കില റിബ, പലിശ ഭക്ഷിക്കുന്നവനെയും വ മൂക്കിലഹു, അതിന് വക്കാലത്ത് ഏൽക്കുന്ന ആളുകളെയും അല്ലാഹുവിന്റെ റസൂൽ ശപിച്ചിട്ടുണ്ട്. മാത്രമല്ല വ കാതിബഹു, പലിശയുമായി ബന്ധപ്പെട്ട് എഴുതുന്ന ആളുകളുണ്ടല്ലോ, അവരെയും അല്ലാഹുവിന്റെ റസൂൽ ശപിച്ചിരിക്കുന്നു. വശാഹിദൈഹി, പലിശക്ക് വേണ്ടി, പലിശ ഇടപാടിന് വേണ്ടി സാക്ഷി നിൽക്കുന്നവരെയും റസൂലുള്ള ശപിച്ചിട്ടുണ്ട്. അത് ചില്ലറ പരിപാടിയൊന്നുമല്ല, കടുത്ത ഹറാമാണ്. അപ്പൊ പലിശ ഇടപാടുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ നമ്മൾ പങ്കെടുക്കണ്ട, അതിനുവേണ്ടി നമ്മൾ സാക്ഷി നിൽക്കണ്ട. പലിശ കഴിക്കാൻ തന്നെ പാടില്ല എന്നുള്ളതല്ലേ, പിന്നെ എങ്ങനെ നമ്മൾ അതിന് സാക്ഷി നിൽക്കുക? സാക്ഷി നിന്നാ പിന്നെ അത് വാങ്ങി അവൻ അത് ഭക്ഷിക്കൂലേ? അപ്പൊ നമ്മൾ എത്ര ഹറാമാ ചെയ്തത്? 2 ഹറാമ്. സാക്ഷി നിൽക്കലും നമ്മൾ കാരണം അവരത് ഭക്ഷിക്കുകയും ചെയ്തു. അപ്പൊ അത് വേറൊരു ഹറാമായി മാറുകയാണ്. അള്ളാഹു കാക്കട്ടെ. ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം നൽകണേ അല്ലാ, സമാധാനം നൽകണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ, എല്ലാ ദുഃഖങ്ങളും അകറ്റി തരണേ അല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.